It gives me an immense pleasure to extend you a very warm welcome on behalf of Srinarayana Training College, Nedunganda, who has joined for the national webinar on International Day of Peace and resource talk on Significance of Peace in Emerging Social Scenario, organized by our college union at NAME 2021. Today, we have valuable presence of Dr. Maya S., Assistant Professor in Education, Mar Theophilus Training College, Trivandrum, who takes over the resource talk. The International Day of Peace is observed around the world each year on 21st September, established in 1981 by the United Nations General Assembly. Peace Day provides a globally shared date for all humanity to commit peace above all differences and contribute to building a culture of peace. Let's begin with a prayer. I invite Ms. Ashwini Prasannan for prayer. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ നീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. Thank you, ഹലോ Ashwini. ഹലോ ഒരു മിനിറ്റ് എനക്ക ഒരു മിനിറ്റ്. ഡിയർ സ്റ്റുഡൻസ്, ഒരു പ്രത്യേക കാര്യം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ അധ്യാപക ദിനത്തിൻ്റെ അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്, നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ചത്, നമ്മൾ ആദരിച്ചത് ഒക്കെ നമ്മുടെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ PM മാധവൻ നായർ സാറിനായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഭാര്യ പത്മാവതി ടീച്ചർ ഇന്ന് രാവിലെ ദിവംഗതയായി. ടീച്ചർ നമ്മുടെ സമീപത്തുള്ള AMTTA പ്രിൻസിപ്പലായിരുന്നു ദീർഘകാലം. ഇപ്പോൾ പ്രായം 87 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരാം. അതുപോലെ ടീച്ചറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് മൗനം ആചരിക്കാം.
Okay, അനഘ. Okay, miss. Now I invite Dr. Shiba P, Principal of Srinarayana Training College, for welcome speech. Good afternoon, one and all. The most respected my teacher, എത്രയും പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കറിയാം സെപ്റ്റംബർ 21 ഇന്റർനാഷണൽ പീസ് ഡേ, അതായത് ലോക സമാധാന ദിനം. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം സമാധാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയും എന്തൊക്കെ നമുക്കുണ്ടായാലും നമുക്ക് അത്യാവശ്യം വേണ്ടത് സമാധാനമാണ്. അതുപോലെ ലോക രാജ്യങ്ങൾക്കിടയിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ അങ്ങനെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ചു തുടങ്ങിയ ഒരു ദിനമാണ് ലോക സമാധാന ദിനം, ഇന്റർനാഷണൽ പീസ് ഡേ. അധ്യാപകരെന്ന നിലയിൽ നമുക്ക് ലോകത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ സമാധാനം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനാദ്യം നമ്മളിൽ തന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഇപ്പൊ ലോകങ്ങൾ തമ്മിൽ എന്തെല്ലാം, താലിബാന്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, കാശ്മീരിന്റെ പ്രശ്നങ്ങൾ അറിയാം, ചൈനയുടെ പ്രശ്നം, പാകിസ്ഥാന്റെ പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ നിരവധിയാണ്. ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഒന്ന് സമവായത്തിൽ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. നമുക്കും എന്തായിരിക്കണം, ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ തന്നെയുണ്ട് പീസ് എഡ്യൂക്കേഷൻ, ജനറൽ പേപ്പറിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം, ഈ പീസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സിലബസിലും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ ഏത് കാര്യവും തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ആദ്യം നമ്മളിൽ നിന്ന് നമ്മളിൽ ആ പീസ് ഉണ്ടാക്കുക, തുടർന്ന് നമ്മളുടെ സ്കൂള് അല്ലെങ്കിൽ നമ്മളുടെ വീട്, നമ്മളുടെ പരിസരം, അവിടെയെല്ലാം അത് വലുതായി അവസാനം രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സമാധാനത്തിൽ എത്താൻ നമ്മൾ ഒരു കണ്ണിയാകട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ബിഎഡ് നമുക്ക് ഓരോരുത്തർക്കും ഒരു സഹായം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മായ ടീച്ചറാണ്. ടീച്ചർ അസിസ്റ്റന്റ് അല്ല, അസോസിയേറ്റ് ആയി കഴിഞ്ഞു. എന്നാലും ഇപ്പോൾ ഡെസിഗ്നേഷൻ കിട്ടുന്നത് കൊണ്ടാണ് അസോസിയേറ്റ് ആയി കഴിഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസറായ മായ ടീച്ചറിനെയാണ്. ടീച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നെയും ടീച്ചർ വളരെ നല്ല ഒരു സുഹൃത്താണ്. ഞങ്ങൾ ആദ്യമായി വളരെ ഒരു അടുത്തിടപഴകുന്നത് ഒരു റിഫ്രഷർ കോഴ്സിൽ വെച്ചാണ്, അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ വെച്ച്. അന്ന് മുതൽ ടീച്ചറുമായിട്ട് നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. ഒരു പേപ്പർ 1ന്റെ അധ്യാപിക, ജനറൽ പേപ്പറിന്റെ അധ്യാപിക എന്ന നിലയിൽ ടീച്ചറിന്റെ പല പ്രാവശ്യം ടീച്ചറിന്റെ കഴിവുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 സിലബസ് റിവിഷനിലും 2015 2019 സിലബസ് റിവിഷനിൽ ടീച്ചറായിരുന്നു ഇതിന്റെ കോർഡിനേറ്റർ, സിലബസ് റിവിഷന്റെ. അങ്ങനെ ജനറൽ പേപ്പറിന് അല്ലെങ്കിൽ ഫിലോസഫി, സോഷ്യോളജി ഈ പേപ്പറുകൾക്ക് ഒരു വലിയ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ടീച്ചർ നമുക്ക് ഏറ്റവും ഉത്തമയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ടീച്ചറിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം നിങ്ങൾ ഓരോരുത്തരും നേടണം എന്നാണ്. മാക്സിമം നിങ്ങൾ ടീച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കൂടുതൽ ടീച്ചറിനെ കുറിച്ച്, ടീച്ചർ യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡാണ്, നല്ലൊരു ഗൈഡാണ്, ഇതെല്ലാം ഉപരി ഒരു നല്ല ഫ്രണ്ടാണ്, നല്ല ടീച്ചറാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കോളേജിന്റെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും സഹകരണങ്ങളും നൽകുന്ന ഇതിന്റെ എല്ലാം നെടുന്തൂണായ കോളേജ് യൂണിയൻ, കോളേജ് ചെയർമാൻ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ, കോർഡിനേറ്റ് സ്റ്റാഫ് അഡ്വൈസറായ ധന്യ ടീച്ചർ, എല്ലാവരും, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ
ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. നിങ്ങളാണ് ഇതിൽ നിന്നും ഇങ്ങനെ ഒരു വെബിനാർ നടത്തുമ്പോഴും അതിന്റെ നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നിങ്ങളിലാണ്. അതുകൊണ്ട് അപ്പം നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Next, I invite Ms. Deepthi Babu S, Member of Student Union, Srinarayana Training College, for the presidential address. Thank you, Anaka. Respected Shiba ma'am, our beloved principal, resource person, Dr. Maya S, our teacher, and my dear friends. Recovering better for an equitable and sustainable world. This is the theme for this year's International Day of Peace. We all know in this pandemic situation, we are inspired to think creatively and collectively about how to help everyone recover better and how to help resilience, how to transform our world into one that is more equal, sustainable and healthier, right? So, we all are gathered here today to celebrate the International Day of Peace. Actually, we celebrate it on September 21st. It's already passed. Even though it's already passed, we know in this pandemic situation how important the day is. So our college union is managed to celebrate it today through a national webinar titled Significance of Peace in Emerging Social Scenario. On the behalf of our college union, I'm thanking you all who gathered here today for making this webinar a great success. Thank you all. Thank you, Deepthi. I invite Dr. Vijay V, Assistant Professor of Srinarayana Training College, for felicitation. ബഹുമാനപ്പെട്ട ഡോക്ടർ ശിവ ടീച്ചർ, ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ മായ ടീച്ചർ, കോളേജ് യൂണിയൻ മെമ്പേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ലോകമെമ്പാടും സമാധാനം എന്ന ആശയം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ വർഷവും സെപ്റ്റംബർ 21 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആയി ആഘോഷിക്കുന്നു. 2021 ഇന്റർനാഷണൽ ഡേ ഓഫ് പീസിന്റെ തീം റിക്കവറിംഗ് ബെറ്റർ ഫോർ എൻ ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് എന്നായിരുന്നു. ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നാം മുന്നേറണം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പീസ് അഥവാ സമാധാനം എന്നത് കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയല്ലേ? അത് തന്നെയല്ലേ സന്തോഷകരമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ റിക്വയർമെന്റ്. സിഗ്നിഫിക്കൻസ് ഓഫ് പീസ് ഇൻ ദ എമർജിംഗ് സോഷ്യൽ സിനാരിയോ. ഈ വിഷയത്തെ പറ്റി വിലയേറിയ അറിവുകൾ പകർന്നു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ, വ്യക്തിപരമായി എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ മായ ടീച്ചറാണ്. ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ മുൻകൈയെടുക്കുകയും അതിനായി മായ ടീച്ചറിനെ ക്ഷണിക്കുകയും ചെയ്ത ശിവ ടീച്ചറിനോടും കോളേജ് യൂണിയൻ മെമ്പേഴ്സിനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ക്ലാസ് ഗംഭീരമാകാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now I invite Dr. Smita S, Assistant Professor of Srinarayana Training College, for introducing the resource person. Thank you, Anaka. A warm good morning, one and all. ഏറെ ബഹുമാനിയായ ഷിബ ടീച്ചർ, കോളേജ് പ്രിൻസിപ്പൽ, പ്രിയങ്കരിയായ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോട് ഞാൻ കാണുന്ന ഡോക്ടർ മായ ടീച്ചർ, ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മായ ടീച്ചറിനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ മായ ടീച്ചറിനെയാണ് നമുക്ക് ഇന്നത്തെ അതായത് പീസ് എഡ്യൂക്കേഷൻ, പീസിന്റെ ആ ഒരു ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്, അതിന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് കിട്ടുന്നത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ടീച്ചറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോളാം എന്ന്. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള, വളരെ സ്നേഹമുള്ള, ഒരുപാട് അടുത്തറിയാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മായ ടീച്ചർ. ശരിക്കും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ തന്നെയാണ്. കാരണം ടീച്ചറിന്റെ മേഖലയിൽ ടീച്ചർ പേപ്പർ 1ന്റെ ഷിബ ടീച്ചർ പറഞ്ഞു, ടീച്ചർ പേപ്പർ 1ന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പേപ്പർ 1 ടീച്ചറാണ്. കരിക്കുലം കമ്മിറ്റിയിലായാലും കരിക്കുലത്തിന്റെ കൺവീനർ ആയിട്ടും ഒക്കെ ഒരുപാട് പേപ്പർ 1, പേപ്പർ 6 ആൻഡ് പേപ്പർ 12 തുടങ്ങിയ അതിനു വേണ്ടി എല്ലാ പ്രാവശ്യവും ഒരുപാട് വർക്ക് ചെയ്യുക. ഇന്നത്തെ നിങ്ങൾ പഠിക്കുന്ന സിലബസ് തന്നെ ടീച്ചറിന്റെ കൈകളിൽ കൂടെ വന്നതാണ്. മെയിനായിട്ടും ടീച്ചറാണ് എന്റെ കൺവീനർ ആയിരുന്നത്. അതിനുവേണ്ടി അഹോരാത്രം വർക്ക് ചെയ്തിട്ടും ടീച്ചർ
ഈ പേസ് എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് പോലും നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വളരെ ആഗ്രഹിച്ച് അത് കാരണം ടീച്ചറിന്റെ വർക്കുകൾ തന്നെ നമുക്ക് കുറേ എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് പീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ്. ടീച്ചറിന്റെ ആ ഒരു സൗമ്യത, സ്വഭാവം തന്നെ ആ ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നതും അങ്ങനെ തന്നെയാണ്. വളരെ കർമ്മനിരതയായ ഒരു ടീച്ചർ. ഞങ്ങൾ എപ്പോഴും മാത്യു ഓഫീസ് പോയാലും കോളേജിൽ പോയാലും ടീച്ചർ എപ്പോഴും കമ്പ്യൂട്ടർ റൂമിൽ ഒരുപാട് വർക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതെനിക്ക് നേരിട്ടറിയാൻ സാധിച്ചത് ആ കരിക്കുലം റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ളതായിരുന്നു. കംപ്ലീറ്റ് എപ്പോഴും ടീച്ചർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം അങ്ങനെ ഒരു മഹത് വ്യക്തി തന്നെ നമുക്ക് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആണെന്ന് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ ടീച്ചറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അടുത്ത നമ്മുടെ കോളേജിൽ പല പ്രാവശ്യം ശരിക്കും ടീച്ചർ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഒരുപാട് 2015 ഒരു കരിക്കുലം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഒരു 1 year കരിക്കുലം ഉണ്ടായിരുന്നു, അതിലും ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2019 നിങ്ങൾ പഠിക്കുന്നത് ഇതിലൊക്കെ ടീച്ചറിന്റെ ആ ഒരു റിസോഴ്സ് സ്റ്റോക്കുകളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കോളേജിലും പല പ്രോഗ്രാംസിലും റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ടീച്ചർ വന്നിട്ടുണ്ട്. പല നാഷണൽ സെമിനാർസ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ളപ്പോഴും ടീച്ചറുമായിട്ട് വളരെ നിരന്തരം നമ്മുടെ അടുത്ത് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ടീച്ചറിനെ ഞങ്ങൾക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മായ ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ മായ എസ്, ടീച്ചർ ഈസ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ മാത്യു ഓഫീസ് ട്രെയിനിങ് കോളേജ്, നാലാഞ്ചിറ, തിരുവനന്തപുരം. ടീച്ചറിന്റെ അറൌണ്ട് അബൌട്ട് 20 years ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. ടീച്ചറിന്റെ ഒരു MEd 3rd റാങ്ക് ആണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3rd റാങ്ക് ഹോൾഡറാണ് ടീച്ചർ. പിന്നെ ടീച്ചർ നല്ലൊരു പെർഫെക്റ്റ് റിസർച്ച് ഗൈഡാണെന്ന് തന്നെ പറയാം. കേരള യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറിന്റെ സ്റ്റുഡൻസ് 5 പേർക്ക് PhD അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ MPhilലും ടീച്ചർ റിസർച്ച് ഗൈഡാണ്. ഏകദേശം more than 12 MPhil തീസിസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചറിന്റെ പല റെക്കഗ്നിഷൻസ്, ടീച്ചറിന്റെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് റിസോഴ്സ് ടോക്സുകൾ നടത്തുന്ന ഒരു വ്യക്തിത്വം. ടീച്ചർ തന്നെയാണ് അത് കൺവേ ചെയ്യാൻ പറ്റുന്നത്. ഒരു 40 പ്രോഗ്രാംസ്, more than 40 പ്രോഗ്രാംസ് എന്നാണ് ടീച്ചറിന്റെ പ്രൈവറ്റിൽ ഞാൻ ജസ്റ്റ് കണ്ടത്. എനിക്ക് തോന്നുന്നു more than 40 ഒന്നും അല്ല, അതിൽ കൂടുതലൊക്കെ ആയിട്ട് ടീച്ചർ എത്രയോ വർഷങ്ങളായിട്ട് റീജിയണൽ, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിലൊക്കെ റിസോഴ്സ് ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കംപ്ലീറ്റ് ഒരു മെജോറിറ്റി പോർഷൻസ് റിലേറ്റഡ് ടു പീസ്, ദാറ്റ് ഈസ് വാട്ട്. ദെൻ ടീച്ചറിന്റെ ഒരു റെക്കഗ്നിഷൻ ഏറ്റവും എമർജിംഗ് ടീച്ചർ എഡ്യൂക്കേറ്റർ അവാർഡ്, ദാറ്റ് ഈസ് എ നാഷണൽ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ CTE 2019 ടീച്ചറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ പല ബുക്സും എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് തന്നെ പീസ് എഡ്യൂക്കേഷൻ, പബ്ലിഷ്ഡ് ബൈ മാത്യു ഓഫീസ് ട്രെയിനിങ് കോളേജ്. ദെൻ ടീച്ചിങ് ഓഫ് ബയോളജി ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസും ചാപ്റ്റേഴ്സും ഒക്കെ ടീച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ജേർണൽ തന്നെ more than 40 ജേർണൽ ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ more than 79-89 സെമിനാർസിലും ഇന്റർനാഷണൽ, റീജിയണൽ, അങ്ങനെ കംപ്ലീറ്റ് വളരെ വർക്ക് ചെയ്യുന്ന, എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന, എന്നാൽ വളരെ സൗമ്യമായിട്ട് വളരെ എനിക്ക് എപ്പോഴും തോന്നുന്നത് ടീച്ചർ വളരെ സൈലന്റ് ആയി എന്നാൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള വേറൊരു റിസോഴ്സ് പേഴ്സൺ കിട്ടുമെന്ന് എനിക്ക് വളരെ സന്ദേഹമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാനത്തോടുകൂടി, എല്ലാ സ്നേഹത്തോടുകൂടിയും ടീച്ചറിനെ ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു ടീച്ചർ. Thank you, Smita ma'am. It's our privilege that today we have Dr. Maya S., Assistant Professor in Education, Matthew Plus Training College, Trivandrum, as a resource person. I invite Dr. Maya ma'am for the talk. A very warm good morning to one and all. Respected Sheba teacher, Dr. VG, Dr. Smita, college union members Dipti Babu, Ashwati, Amrita, Anekha, scholars, professors of SN Training College, Varkala, and my dear friends. Today I'm very, very happy to become a part of SN Training College once again, and I congratulate principal and faculty members for organizing a weekly talk series on different areas of education. എനിക്ക് വളരെ വളരെ സന്തോഷമാണ്.
ആക്ച്വലി ഈ കോവിഡിന് മുൻപ് ഒരു നേർച്ച പോലെ എല്ലാ കൊല്ലവും ഞാൻ SN ട്രെയിനിങ് കോളേജിൽ വരും. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആയിരിക്കും, ചിലപ്പോൾ ഒരു സെമിനാർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കമ്മീഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഞാൻ SN ട്രെയിനിങ് കോളേജിൽ വരുമായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ ഷീബ ടീച്ചറും സ്മിത ടീച്ചറും പ്രവീൺ സാറുണ്ട്, 2 പ്രവീൺസ്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. വളരെ എന്നും ചിലരുമായിട്ട് വളരെ എപ്പോഴും ഇന്ററാക്ഷൻ, സ്മിത ടീച്ചറുമായിട്ട് ഷീബ ടീച്ചറും ഒക്കെ ആയിട്ട് കരിക്കുലവുമായി കണക്ട് ചെയ്ത് ഒരുപാട് ഇന്ററാക്ഷനും സ്നേഹവും അങ്ങനെ വളരെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റുഡൻസ് ഈ കൊല്ലത്തെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് നിങ്ങളുമായിട്ടും വളരെ അടുത്ത ഒരു ബന്ധമാണ് നിങ്ങളുടെ അധ്യാപകർ വഴി. സോ ഇന്നത്തെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം, കാരണം കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പൊ ഈ ഡേറ്റ സേവിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് അതങ്ങ് എലാബറേറ്റ് ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആൻഡ് ലെറ്റ് ഇറ്റ് ബി ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. നിങ്ങൾ ചോദ്യം ചോദിക്കുക, എനിക്കറിയാവുന്നതൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങളും അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാകട്ടെ ഇത് ഈ ഒരു സെഷൻ. ഞാനൊരു PPT ഒന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കട്ടെ. Is it visible? Clear, visible, teacher. Visible. Okay. The topic is significance of peace and peace education. I have added one more component, that's peace education in the emerging social scenario. So, what is your concept about peace? Peace എന്ന് പറയുന്നത് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ടെർമിനോളജിയാണ് പീസ്. What is your concept about peace? Can you share your views, please? From students' part, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് തോന്നുന്ന സമാധാനം. Anybody? പരസ്പരം വഴക്കുകളൊന്നും ഇടാതെ. Correct. യെസ്, പരസ്പരം വഴക്കുകളൊന്നും ഇല്ലാതെ സമാധാനത്തിൽ പോകുന്നു എന്നുള്ളത് അല്ലേ? We always connect our prayers with peace. സമാധാനം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? സോ മോള് പറഞ്ഞതുപോലെ ഇറ്റ്സ് എ മൈൻഡ് ഫ്രീ ഫ്രം ഫിയർ, സ്ട്രെസ് ഓർ പെയിൻ. അതാണ് നമ്മൾ പീസ് എന്ന് ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പീസ്. അതാണ് എ മൈൻഡ് ഫ്രീ ഫ്രം ഫിയർ, സ്ട്രെസ് ഓർ പെയിൻ. ഓർ വീണ്ടും നമ്മൾ പറയും ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. ഇത് രണ്ടും നമ്മൾ പറയും അല്ലെ, ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്നു. So this idea may vary from person to person. The concept of peace, the same idea can vary from person to person and from society to society. Maybe it depends on culture also. See, there is slight cultural difference with regard to the concept of peace also. So generally we can say that it is a state of tranquility, silence, serenity, etc. Absence of disturbance. ഒരു ശല്യവും ഇല്ലാതെ വളരെ സമാധാനമായി സൈലന്റ് ആയി ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ജനറലി പീസ് എന്ന് നമ്മൾ സാധാരണ പറയാറ്. സോ പീസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് റിലേഷൻഷിപ്പ്. അതൊരു റിലേഷൻഷിപ്പ് ഡയമെൻഷനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഇസ് ബിറ്റ്വീൻ any people or group of people characterized by respect, justice and goodwill. ഇത് മൂന്നും വേണം. പരസ്പരം ബഹുമാനിക്കണം, അവിടെ നീതി എന്നുള്ളൊരു സംഗതി വരണം. ബഹുമാനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ജസ്റ്റിസ് വേണം, ഗുഡ്വിൽ വേണം. അപ്പൊ ഈ ഒരു ഔട്ട്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പീസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. Now, is peace and happiness the same? പീസും സന്തോഷവും സമാധാനവും ഒന്ന് തന്നെയാണോ? From student side, anybody?
Is peace and happiness the same? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമാധാനവും സന്തോഷവും? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. Connection. Okay, that is Connection. connection. There is a connection between peace and happiness. Is that both are same? No. No, both are not same. Because happiness demands manifestation. It is an emotional expression. Happiness means it is usually connected with emotional expression. നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. But peace is a somewhat inner calm feeling, quiet feeling, and it's a strength. It is not an emotion. Happiness is an emotion, but peace is a strength. It is inner strength. That's the main difference. പക്ഷെ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും കുറച്ച് കണക്റ്റഡ് ആണ്. Anyway, happiness required conditions being perceived as positive. നമ്മൾ ഹാപ്പി ആവുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോഴാണ്. When we get positive responses from others, when we get positive realization of our goals, our achievements, we feel happy. That means there is a condition of being happy. But peace anganailla, there is not such conditions. It is inner strength, it is calmness inside, and always it is considered as a strength and not an emotion. So that's the main difference between peace and happiness. Now classification of peace. Idu namukkonnu arinjirikkendathundu. There are many classifications of peace. The first one is positive and negative concept of peace. Positive peace and negative peace. Peace is always positive. Then why we denote the term negative? Okay. Peace എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് കമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നെഗറ്റീവ് പീസ്. So what's the difference? Negative peace means this is mainly, it can be happen between people, between groups, and between nations also. Negative peace means absence of violent behavior. Violent behavior, attack onnilla, war onnilla. We have to go for ways to reduce and eliminate violence. Violence illa, physical engagement illa, attack illa. But there is a negative attitude between people or between group or between nations. Negative attitude avada undu. പക്ഷെ യുദ്ധമില്ല. നമ്മൾ പറയും സീസ്ഫയർ ഇസ് എൻ എക്സാമ്പിൾ. നമ്മൾ സീസ്ഫയർ ഇസ് ഫോർമൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ നേഷൻസ് നമുക്കുമുണ്ട് അല്ലെ. നമ്മുടെ ബോർഡർ നേഷൻസുമായിട്ട് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട് വെടിനിർത്തൽ. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, വയലേഷൻ ഓഫ് സീസ്ഫയർ നമുക്ക് പിന്നെയും ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ ദാറ്റ് ഇസ് നെഗറ്റീവ് പീസ്. അവിടെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അവിടെ ഒരു ടോളറൻസ് വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ ഫിസിക്കൽ വാർ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്നു. ദാറ്റ് ഇസ് നെഗറ്റീവ്. What is positive? Positive peace means it is inclusive. It is a broader concept of peace. It includes presence of social justice, absence of structural violence, and is characterized by the presence of harmonious social relations. എല്ലാവരും തമ്മിൽ നല്ല സ്നേഹം, ഒത്തൊരുമ, interactions, mutual engagement in a positive way. നമ്മൾ പറഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്യുന്നു. ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു. അതിവിടെ ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ഹൈഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് പീസ് ആണ്. ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. വി എക്സ്പ്രസ് എവറിത്തിങ്. പക്ഷെ ഒരു കൺസെൻസസിൽ എത്തുന്നു, നമ്മളൊരു പീസ്ഫുൾ ഹാർമോണിയസ് സിറ്റുവേഷനിൽ എത്തുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ് പീസ്. ഇത് വ്യക്തികൾ തമ്മിലും ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ തമ്മിലും. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കോൾഡ് വാർ എന്നൊക്കെ നമ്മൾ പറയില്ല, നെഗറ്റീവ് പീസ് നമ്മൾ കൊണ്ട് നടക്കാറുണ്ട്, യുദ്ധമൊന്നും ഇല്ലെങ്കിലും. Positive peace is the broader concept. Next classification is cold and hot peace. നോക്കൂ, അങ്ങനെയുമുണ്ട് ഒരു പീസ്. തണുത്ത പീസും ചൂടുള്ള പീസും. യെസ്, മെയിൻലി ദിസ് ഇസ് ബിറ്റ്വീൻ നേഷൻസ്, global concerned with global peace. In cold peace, it is cold war. There is mutual antagonism without actual engagement. നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് പീസ് ആണ്. There is no war, there is no physical attack, but there is mutual antagonism between people, between nations. രണ്ട് നേഷൻസും തമ്മിൽ ഒരിക്കലും നല്ല ബന്ധമല്ല, പക്ഷെ വാർ ഇല്ല എന്ന് മാത്രം.
But in hot war or hot peace, there is a condition of mutual hostility and active physical engagement. Hot war means real war ആണ്. അവിടെ യുദ്ധം നമ്മൾ നടത്തുന്നു, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിയുമായിട്ട് കണക്ട് ചെയ്താണ് കൂടുതലും. അതല്ലെങ്കിൽ ഗ്ലോബൽ സിനേറിയോ നോക്കുവാണെങ്കിലും പല സ്ഥലങ്ങളിലും ഈ ഹോട്ട് വാർ നടക്കുന്നു. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. എന്തായാലും ഹോട്ട് ആൻഡ് കോൾഡ് പീസ് അത് വേറൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും, കോൾഡ് ആൻഡ് ഹോട്ട് പീസ് രണ്ടും ഒരു തരത്തിൽ നെഗറ്റീവ് ആണ്. കോൾഡ് വാറിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, ഹോട്ട് വാറിലും ശരിക്കും നെഗറ്റിവിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ വി യൂസ് ദ ടേം പീസ്. സി, again we use the term peace because in order to establish peace we have to depend on these two concepts. Cold peace maintain ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ hot peace introduce ചെയ്യേണ്ടി വരും. കാരണം in order to establish the outcome will be peace. ഇതാണ് അവിടുത്തെ ഒരു അർത്ഥം. ഇതൊരു ഗ്ലോബൽ ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. Another classification is associative peace and dissociative peace. Associative and dissociative. From the figure itself, you can realize the meaning or can identify the differences between associative peace and dissociative peace. Dissociative peace is exclusive peace that is based on separation between two or more groups. So actual separation of groups, that is dissociative. In order to establish peace, the groups or the parties have separated. That is dissociative peace, the first diagram. The second diagram, the partition of India is an excellent example. Partition of India. Now, associative peace means it is inclusive, it includes everybody. A peace in which both parties overcome their differences and form a new community, a new nation. For example, unity in diversity as far as India is concerned. So separation is required sometimes for peace, and best is inclusive peace by associating everybody. That is what India is doing. In unity in concept of unity in diversity. Now, is peace static or dynamic? This is a very relevant question. Peace ennu parayunnathu permanent aano, dynamic aano? Dynamic means ever changing. It is changing continuously. It is not static. So what does static peace means? Peace ഒരു സ്ഥിരമായ ഒരു സമാധാനവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാധാനവും. എന്താണ് വ്യത്യാസം? So static means it is platonic ideal. Platonic ideal. എന്താണ്? The word peace envisages images of harmony, love, bliss in individual, at social level, national level or global level. But the reality is still we are living in a chaotic world. So Platonic ideal means it is far away from reality, but it is an idealism. ഇങ്ങനെയൊക്കെ ആയിരിക്കണം സമാധാനം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ, വിത്തിൻ ദ ഇൻഡിവിജ്വൽ, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഇൻ ദ സൊസൈറ്റി, ഇൻ ദ നേഷൻ ആൻഡ് അറ്റ് ഗ്ലോബൽ ലെവൽ. പക്ഷെ റിയാലിറ്റി അതല്ല. വി ആർ ലിവിങ് ഇൻ എ കയോട്ടിക് വേൾഡ്. നമ്മൾ കാണുന്നതാണ്, മീഡിയ കാണുന്നതാണ്, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ അവർ നെയ്ബർഹുഡ്. സോ the Platonic ideal can be considered as static, but it can be act as a framework. It can be act as a framework for policy makers to introduce actions to maintain peace. So that ideal is stable. So it is an ideology. Platonic ideal means it is an ideology. Then what is dynamic concept of peace? Dynamic concept of peace encourages changes and strategic ways as long as it take place in a non-violent way. Appo changes are recommended in dynamic concept of peace. മാറ്റങ്ങൾ വരണം. That changes can be based on situations.
that changes can be based on cases, specific cases. It can be based on different nations. So regional wise differences are there, situational differences are there, case wise differences are there. That is dynamic concept of peace, and it is ever changing. And actually this is how our policy makers are implementing the Platonic ideal of peace, as long as it takes place in a non-violent way. That's the concept. അപ്പൊ ഡൈനാമിക് ആയിരിക്കണം പീസ് എന്നൊരു കോൺസെപ്റ്റ്. അത് സ്ഥിരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല എന്നുള്ളതാണ്. Now another classification is there, that is inner peace and outer peace. Inner peace and outer peace. See, എന്താണ് inner peace and outer peace? Inner peace means being spiritually and mentally at peace. അതാണ് നമ്മൾ പറയുന്ന peace. As far as an individual is concerned, we always concentrate on our peace of mind. So it is a state of equilibrium within a person. അതൊരു equilibrium ആണ്. അത് സന്തോഷവും സങ്കടവും പെയിനും എല്ലാം കൂടെ ചേരുന്ന moderation. Peace means moderation. ഒന്നും എക്സ്ട്രീം ആകാതെ ഇരിക്കുക, ഒന്നും അധികമാകാതെ ഇരിക്കുക. That moderation is inner peace. So it includes lack of fear, peaceful mind, objectivity of mind, compassion, balance. So it's a state of equilibrium. Inner peace is a state of equilibrium. It can be psychological equilibrium, it can be spiritual equilibrium, it can be physical equilibrium also, that free from illness, body free from illness, a mind free from illness. So inner peace and outer peace, സാധാരണ മനുഷ്യർക്ക് ഇന്നർ പീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നു. So anyway, during this pandemic period, we always consider this peace, this state of peace, by comparing with outer peace. Outer world-ഇലുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഇന്നർ വേൾഡിലേക്കും നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിലേക്കും ഒക്കെ പാൻഡമിക് പീരീഡിൽ എന്തുമാത്രം നെഗറ്റിവിറ്റി വന്നു, നമ്മൾ എങ്ങനെ അത് ഓവർകം ചെയ്തു. That is an relationship between inner peace and outer peace. So inner peace is more concerned with an individual self. Chinese thinker ഒരിക്കൽ പറഞ്ഞു, Lao Tzu, if you are depressed, you are living in the past, and if you are anxious, you are living in the future. If you are at peace, you are living in the present. So നമുക്ക് പീസ്ഫുൾനെസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് വരണമെങ്കിൽ we have to live in the present. Past has gone, future we don't know what future gives you, but present is in your hands. So if you are living in the present, you will get peace. That's a concept. That's actually a motivating concept also. Now outer peace. Outer peace. What are the dimensions of outer peace? See, from the diagram itself, we can see the components of outer peace. It's an inverted pyramid, and the lower portion, the tip of the pyramid shows individual or individuals or human beings. Next comes the social level of peace, then national level. Then all these three levels are connected with global peace. See, individuals can contribute global peace. Societies or groups can contribute global peace. Nations can contribute global peace. And I use a double-headed arrow to draw this diagram. എന്തിനാണ് ആ ഡബിൾ ഹെഡഡ്? ഇത് മ്യൂച്വൽ ആണ്. ഇത് മ്യൂച്വൽ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് പീസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് പീസ്. ദാറ്റ്സ് എ പോയിന്റ്. ഇത് പോസിറ്റീവ് പീസ് ആയിരിക്കും. ഒരു ഇൻഡിവിജ്വൽ നോക്കൂ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫ്യൂ ഇൻഡിവിജ്വൽസ് ക്യാൻ ക്രിയേറ്റ് കയോസ് ഇൻ ദ വേൾഡ്. കുറച്ച് ആൾക്കാർ മതി ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമാധാനം ഇല്ലാതാക്കാൻ.
അല്ലെങ്കിൽ destruction of the world. So few individual can contribute it. At the same time, few individuals can contribute positive peace also. അതുകൊണ്ടാണ് ആ ഡബിൾ ഹെഡ് രണ്ടും ഉണ്ട്, പോസിറ്റീവ് പീസും നെഗറ്റീവ് പീസും ഉണ്ട്. അപ്പൊ നമുക്കൊരു കുറെ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. That is it. That is the dimension of outer peace എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡയമെൻഷൻസും സോഷ്യൽ ഡയമെൻഷൻസും നാഷണൽ ഡയമെൻഷൻസും ഒരു ഹാർമണിയിൽ എത്തുകയാണെങ്കിൽ that nation will be at moderate level of peace. ഇത് മൂന്ന് പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. There are differences at individual level. There are differences between different groups. That's a problem while we talk about national integration, and that's one of the main hindrances for promoting national integration and global peace also. So that is the dimension of outer peace. Individualne പുറത്തുള്ളതാണ്, ഇൻഡിവിജ്വലിന്റെ ഇന്നർ ആണ്, ഞാനത് കാണിച്ചിട്ടുണ്ട്. The outer world means social, it can be social level, societal level, national level, and global level. Now, what are the elements of peace? When we consider outer peace, what are the elements of peace or domains of peace? There are different elements or domains of peace. ഇതിനകത്ത് political ഒരു domain ഉണ്ട്. It is connected with power, governance. So political domain is there. Economic domain is there. Frictions can happen between people, between groups, between nations based on economy, and after effect of war based on economy. ഇതെല്ലാം അതിനകത്ത് വരുന്നു. Then there is a legal domain, justice, equality, environmental consideration, that is sustainable development, sustainable environment, while by promoting ഇക്കോ എത്തിക്സ്. നമുക്ക് വേണം, ഇന്നും നാളെയും മറ്റന്നാളും വേണം, എനിക്കും വേണം, എല്ലാവർക്കും വേണം. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Then moral domains of peace. So when we consider outer peace, all these elements have to be taken into consideration. പക്ഷെ ഇപ്പോ റീസെന്റ് നമ്മൾ കാണുന്ന ഇഷ്യൂസ് എല്ലാം it is concentrated on one domain only, that is religion. That's a problem. Domains of peace idake aayirike, we always talk about religion, and religion is contributing peace and religion is destructing peace. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the current social scenario, we always have a discussion on religious basis of peace. Actually, there are many other significant relevant domains of peace that we have to taken into consideration. Now, peace, again, peace can means absence of war. In a broader sense, yuddham illatha avastha. Actually, we think, nammal iduvare angane chindichittilla, but recently we think about this. യുദ്ധം ഇല്ലാത്ത ഒരു അവസ്ഥ, വയലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ. സോ ഇറ്റ് ക്യാൻ മീൻ ദ ആബ്സെൻസ് ഓഫ് വാർ, ടെറർ ഓർ വയലൻസ്. But it is narrow sense, but in broader sense it can be connected with social deprivation, prejudice, domination, exploitation, poverty, inequality, risk to life. അപ്പോൾ ഒരു ആക്ച്വൽ ടെറർ, വയലൻസ് ഇല്ലെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പീസുമായിട്ട് കണക്റ്റഡ് ഉണ്ട് വിത്ത് റിഗാർഡ് ടു ഔട്ടർ പീസ്. ഔട്ടർ പീസ് ഇതുമായിട്ടെല്ലാം അത് കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. Now, yes. Now the term counter-terrorism, you know what is counter-terrorism? Terrorism and counter-terrorism. When we talk about national or global peace, we always concerned about terrorism. Ipo namakku recently nammal oruvaadu use cheyunu because of our neighborhood issues in our neighborhood. There are different classification of terrorism also. Adu ningal enikku thonnu familiar aanu. So they adopt different strategies to realize their goals.
terrorism can be silent or it can be violent. That's the truth. Terrorism in the പറയുന്നത് bloodshedding മാത്രമല്ല. It can be silent. There can be silent act of terrorism too. So at the government level, proper counter-terrorism mechanism is the way to maintain peace. And then a counter-terrorism mechanism means the practices or the tactics, techniques, and strategies that government or militaries or police departments adopt to prevent terrorism. അതാണ് കൗണ്ടർ ടെററിസം. അത് ഗവൺമെന്റ് ലെവലിലാണ്. സി അപ്പൊ കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പീസ്, അതിന് പ്രോപ്പർ കൗണ്ടർ ടെററിസം മെക്കാനിസം ഓരോ സ്റ്റേറ്റും ഓരോ രാജ്യവും പ്രോപ്പറായി, ഈവൻ see the international agencies like UN also have to adopt proper counter-terrorism mechanism. അവിടെ ഒരു passiveness അല്ല. Passiveness is not peace. It is only a negative peace. നമ്മൾ പറഞ്ഞ ഡയലോഗിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, superficial dialoguing without going into the deeper truth. Superficial dialogue never settles problem. അപ്പൊ പ്രോപ്പർ കൗണ്ടർ ടെററിസം മെക്കാനിസം പല ഘട്ടത്തിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. നൗ വി പാസ് ഓൺ ടു ദ കോൺസെപ്റ്റ് ഓഫ് പീസ് എഡ്യൂക്കേഷൻ. എന്താണ് പീസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്? സോ സിൻസ് വാർ ബിഗിൻസ് ഇൻ ദ മൈൻഡ് ഓഫ് മാൻ, it is in the minds of men that the defense of peace must be constructed. യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലാണ് ഉണ്ടാകുന്നത്, അല്ലെ? മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഐഡിയ ആണ് യുദ്ധം. പിന്നീട് നമ്മൾ ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് പീസ്. ഐഡിയ കംസ് ഫ്രം യുവർ മൈൻഡ്. ഐഡിയ ഓഫ് പീസ് കംസ് ഫ്രം യുവർ മൈൻഡ്. Then we can construct peace based on that ideal. This is what preamble of UNESCO, Constitution of UNESCO highlighted. അപ്പൊ എവിടെയാണ് പീസ് തുടങ്ങേണ്ടത്, എവിടെയാണ് സമാധാനം തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. Now, when we talk about education, to curb social evils to maintain peace, which comes under peace education. The curricula or the theme of peace education may vary from nation to nation, depending on the nature of the conflict. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രശ്നങ്ങളായിരിക്കില്ല വേറൊരു രാജ്യത്തിനുള്ളത്. അപ്പൊ വേറൊരു രാജ്യത്തിന്റെ കരിക്കുലം എടുത്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? ഐഡന്റിഫൈ our problems and based on that we have to prepare curricula for peace education to maintain peaceful coexistence. So study of history of nations will help to analyze and form an overview of the challenges or problems to be solved. അപ്പൊ ഹിസ്റ്ററി എടുക്കേണ്ടി വരും. ഓരോ രാജ്യത്തിന്റെയും ചരിത്രം നമ്മുടെ കയ്യിൽ വേണം. So we have to analyze the past, we have to analyze the present, and we have to predict the future. Futurology of peace education. So what is peace education? It is an interdisciplinary area of education, and the objective is to prevent conflict in advance or to educate individuals and society. So for a peaceful, എന്തിനു വേണ്ടിയിട്ടാണ് peace? What is the main objective? To maintain peaceful coexistence based on non-violence, tolerance, equality, respect for differences and social justice. ഇതെല്ലാം കൂടെ ഉണ്ടായാൽ മാത്രമേ അവിടെ പീസ്ഫുൾനെസ് എന്നൊരു സംഗതി ഉണ്ടാവുള്ളൂ. So mere dialoguing between people, mere dialoguing between group addressed by the media cannot solve the real problem. അതാണ് അതിന്റെ ശരിയായ സത്യം. അപ്പൊ നമ്മൾ വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു സൂപ്പർഫിഷ്യൽ ഡയലോഗൊക്കെ നടത്താം, പക്ഷെ കാതലായ പ്രോബ്ലം അവിടെ മാറില്ല. നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും, ഇന്റേണലി കഴിക്കേണ്ടതായിരിക്കാം മെഡിസിൻ. പക്ഷെ നമ്മൾ പുറത്ത് ഓയിൻമെന്റ് പുരട്ടി അത് തൽക്കാലം ഒന്ന് സപ്രസ് ചെയ്ത് വെക്കും, പക്ഷെ ദ പ്രോബ്ലം അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം വേ പീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകേണ്ട ഒരു
സംഗതിയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇതാണ് പീസ് എഡ്യൂക്കേഷൻ. പീസ് എഡ്യൂക്കേഷന്റെ കമ്പോണൻസ് ഇതൊക്കെയാണ്. ദീസ് ആർ ദ കമ്പോണൻസ്. See, there are information, values, skills and competencies, and attitudes. These are the 4 main components of peace education. So in order to maintain peace, in order to build and maintain reciprocally helpful cordial relationship, we have to adopt peace education based on these 4 components. So information means it is knowledge related with the problems, issues, the deeper knowledge of the issue with regard to our past history, present history, and then we can predict the future. അപ്പൊ ഇതിനെ പറ്റിയുള്ള വളരെ കാതലായ അറിവ് ആവശ്യമുണ്ട്. ഈ അറിവില്ലാതെ വെറും ഡയലോഗിങ് പീസ്ഫുൾനെസ്സിലേക്ക് എത്തിക്കില്ല. അപ്പൊ വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം. ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിയലിസ്റ്റിക്. അവിടെ യാതൊരു തരത്തിലുള്ള ഒരു പാർഷ്യാലിറ്റിയോ ഒരു ബയസ് ഉണ്ടാവാൻ പാടില്ല. സോ റിയലിസ്റ്റിക് ഇൻഫർമേഷൻ അബൌട്ട് അവർ പാസ്റ്റ്. നമ്മുടെ ചരിത്രങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. കാരണം ഇന്ത്യ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുള്ള ഒരു നേഷനാണ്. സോ വി ഹാവ് ടു അനലൈസ് അവർ ഹിസ്റ്ററി. We have to analyze and identify the present challenges we are facing. Then only we can formulate peace education for the future. Then values. So basic component is information. Then values. What are the values connected with peace? So basic is love, cooperation, tolerance, acceptance, justice, equality, fraternity, liberty, all those democratic values we suggested in the Constitution of India. So those values are components of peace education. And the third area is skills and competencies needed to maintain peace. Yes, this is also very important. Skills and competencies. That is communication, problem solving ability, conflict resolution, innovative ways to solve problems, stress management. All those are skills and competencies needed to maintain peaceful coexistence. So that dialogue between people, നമ്മൾ ഇപ്പൊ കാണുന്ന ഇപ്പൊ മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത് എല്ലാം തന്നെയും നമ്മളൊരു ഒരു എക്സ്പ്രഷൻ, ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരു പല തരത്തിലുള്ള ഡയലോഗിങ്ങിലേക്കാണ് വരുന്നത്. സോ ദർ വി യൂസ് ദി സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടു സെറ്റിൽ പ്രോബ്ലം. അവിടെ പ്രോബ്ലം സെറ്റിൽ ചെയ്യില്ല. വൈ? അതൊരു സൂപ്പർഫിഷ്യൽ ഡയലോഗിങ് മാത്രമാണ്. വി നെവർ ഹാവ് ഗോൺ ത്രൂ ദ ബേസിക് ട്രൂത്ത് ഓഫ് ദ ഇഷ്യൂ. വി നെവർ അനലൈസ് ദ ഇഷ്യൂ ഡീപ്ലി. വി നെവർ ഇംപ്ലിമെന്റ് values between people or between group or between nations. idonnu illa aga dialoguing. So based on superficial knowledge, we create our own attitude to solve the problem. That is what is happening in our current situation. ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സമീപനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമീപനമാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ സമീപനം എങ്ങനെ ഉണ്ടായി, എന്താണ് ആറ്റിറ്റ്യൂഡ്? എന്താണ് ആക്ച്വലി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അവർ എക്സ്പീരിയൻസ്. ഇൻബോൺ ഒന്നുമല്ല ആറ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് ഇസ് ഇൻബോൺ, ബട്ട് ആറ്റിറ്റ്യൂഡ് ഇസ് ബേസ്ഡ് ഓൺ അവർ experiences. So in recent scenario in Kerala, what we see is media is highlighting dialogues of people as if they are the key elements of peacemaking. Idana adinte prashna. As if they are the key elements of peacemaking. Or we can say that dialoguing between religions over peacemaking, that is what media is highlighting. ഇത് മാത്രമാണ് പീസ് മേക്കിംഗ് എന്നുള്ളത് മീഡിയ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. സോ എവ്രിബഡി ഹാസ് ദ ലിബർട്ടി ടു സ്പീക്ക് അബൌട്ട് അവർ കൺസേൺസ്. നമ്മുടെ പ്രശ്നങ്ങൾ പറയണ്ടേ, നമ്മുടെ പേടികൾ പറയും. ഇറ്റ് ക്യാൻ ബി യുവർ ഫിയർ ഓൾസോ, ഇറ്റ് ക്യാൻ ബി യുവർ ആങ്സൈറ്റി ഓൾസോ. അവിടെ ഒരു റിയൽ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല. റിയൽ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവണം. ഇറ്റ് ക്യാൻ ബി യുവർ ആങ്സൈറ്റി. നമുക്കൊരു പേടിയുണ്ട്. എന്തുകൊണ്ട് ഈ പേടി വരുന്നു?
ബിക്കോസ് നമ്മുടെ പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ ചരിത്രങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഈ ഫിയർ വരുന്നത്, ഈ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കത് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ ട്രൂത്ത്. എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. പക്ഷെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ അങ്ങ് നെഗറ്റീവായിട്ട് കാണാതെ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കണം. അതിനെ ഒരു ഇരുന്ന് ചർച്ച ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷം, എല്ലാവർക്കും നല്ലത്, അങ്ങനെ പറയരുത്, അങ്ങനെയല്ല. അതിന്റെ ഡീപ്പർ പ്രോബ്ലം എന്താണ്, നമുക്കതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ പേടി വന്നു, അത് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? സോ ആസ് സിറ്റിസൺസ് ഓഫ് ദിസ് ഗ്രേറ്റ് നേഷൻ, we can express our fears, security issues, concerns, etc. So that attitude can be developed through our real experience or by sharing experiences of others also, or the information we gather over years through media or through interacting other people. അപ്പൊ ഇവിടുന്ന് എല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചായിരിക്കും നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മുടെ ഫിയർ ആയിട്ടും ആൻസൈറ്റി ആയിട്ടും. അത് മനസ്സിലാക്കണം. അതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഡീപ്പർ ഇൻഫർമേഷൻ എന്താണ്, അതിന്റെ റിയലിസ്റ്റിക് സൈഡ് എന്താണ്, ഇത് വെറും ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ഷോർട്ട് ടേം ആറ്റിറ്റ്യൂഡ് മാത്രമാണോ, ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ, ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? സോ അതാണ് പീസ് എഡ്യൂക്കേഷന്റെ കമ്പോണന്റ്. അതിന് പകരം നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, ഒരു സൂപ്പർഫിഷ്യൽ ഡയലോഗിങ്ങിനും ഒരു സൂപ്പർഫിഷ്യൽ റെസ്പോൺസസിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. അപ്പം അതാണ് റിയൽ പ്രോബ്ലം. അതാണ് പീസ് മേക്കിംഗ് ത്രൂ ഡയലോഗ്സ് ഓൺലി ബിറ്റ്വീൻ റിലീജിയൻസ് ആൻഡ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ്. ഇതാണ് പീസ് മേക്കിംഗ്. ഇവിടെ മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്ന പീസ് മേക്കിംഗ്. സോ ഇറ്റ് ഈസ് an inclusive concept. This peacemaking is an inclusive concept which include activity of government. We always say counter-terrorism mechanisms, involvement of civil servants, bureaucrats, policy makers, lawmakers, security personnel, educationists, students, കോമൺ പീപ്പിൾ. ഇവർക്കെല്ലാം ഉണ്ട് ഒരു പീസ് കോൺസെപ്റ്റ് ഉണ്ട്. ഇവരെല്ലാം തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ രണ്ട് പൊളിറ്റീഷ്യൻസ് സംസാരിക്കുന്നത് കൊണ്ടോ രണ്ട് റിലീജിയസ് ലീഡേഴ്സ് സംസാരിക്കുന്നത് കൊണ്ടോ സെറ്റിൽ ചെയ്യാവുന്ന കാര്യമല്ല. ബിക്കോസ് അവര് കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ, ബാക്കി ഒരുപാട് ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ വരണമല്ലോ. ഇവരെല്ലാം പീസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ബ്രോഡർ കോൺസെപ്റ്റ്. ഇറ്റ് ഇസ് ആൻ ഇന്റർഡിസിപ്ലിനറി ഏരിയ which include many expertise. ഒരുപാട് എക്സ്പേർട്സിന് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ് പീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പീസ് മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. വാട്ട് ആർ ദി കമ്പോണൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് in peace education? See, conscientization to inculcate negative attitude towards terrorism and related anti-national activities. Create right secular attitude, not for political advantage, not pseudo secularism. Right secular attitude, respect everybody, accept everybody. So inculcate the spirit of national integration, unity, and value education, social values, peace values, and avoid over materialized lifestyle. നമ്മളിങ്ങനെ പണം ഉണ്ടാക്കുന്നു, ഏത് രീതിയിലും പണമുണ്ടാക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും എത്രത്തോളം ഈ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യം പറഞ്ഞ അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എപ്പോഴും അവശേഷിക്കും എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും റിഗാർഡിങ് yes, peace education again, avoid over materialistic lifestyle, educate the significance of sustainable development, that is balance between environment, society, culture, nations, ensure equity and justice, educate the significance of national security. So it is the high time to introduce this idea among common people to educate the significance of national security. നമുക്കൊരു രാജ്യം എന്നൊരു ബൗണ്ടറി മാത്രമല്ല രാജ്യം. ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം, സെക്യൂരിറ്റി, ഒരുപാട് റൈറ്റ്സ് നമ്മൾ
ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. സോ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ പീസ് എഡ്യൂക്കേഷൻ is an interdisciplinary area of education, and education is based on non-violence, tolerance, equity, respect for differences, etc. Now, traditional Indian concept of peace, that is individual and global peace. Traditional Indian philosophy, we have the concept of universal consciousness. According to our culture, nature and all organisms has been treated as appearance of universal, a single soul. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാം ഒന്ന്, എല്ലാവരും ഒന്ന്, സകല ജീവജാലങ്ങളും ഒന്ന് എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ഫിലോസഫി, നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഫിലോസഫി ബിൽഡ് ചെയ്തിരിക്കുന്നത്. Shanti and Sanatana Dharma are the messages of Vedas and Upanishad. And you know, every Vedic Shanti mantra ends in Shanti, 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 peace to the entire world. Vedic, Jain and Buddhist traditions always accepted values of peace and interdependence of man and nature centuries ago. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഈ ഒരു പീസ് എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പീസ് എഡ്യൂക്കേഷൻ എന്നല്ല, യെസ്, ശാന്തി, പ്രൊവിഷൻ ഓഫ് ശാന്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ത്രൂ ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ ആൻഡ് കൺസർവേഷൻ ഓഫ് നേച്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, തീർച്ചയായിട്ടും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, healthy sound mind, concept of sound mind in its sound body, Ayurveda, yoga, and other cultural aspects to sustain healthy living. And we always highlighted democratic attitudes. That is, in Rigveda says, no one is superior or inferior. All the brothers should struggle for the concern of all and should progress collectively. ഋഗ്വേദത്തിൽ പറയുന്നതാണ്, ആരും മുകളിലല്ല, ആരും ചെറുതുമല്ല വലുതുമല്ല, എല്ലാവരും ഒരുമിച്ച് ഒരു കോമൺ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക, ഇത് പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ട്രഡീഷൻ ഓൾവേസ് റെക്കമെൻഡ്സ് or accepts different thoughts, think differently. We never force anyone to accept any one ideology, but it gave provision to think differently. Though this tradition accommodate foreign invasions which put pains to Indian culture. അതാണ് ഹിസ്റ്ററി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പീസ്ഫുൾ നേച്ചർ ഫോറിൻ ഇൻവേഷൻസിനെ കുറച്ചും കൂടെ ഈസി ആക്കി എന്നുള്ള ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് we have learning and peace centers centuries ago. Takshashila, Nalanda established in 2700 years ago, which was the spreader of knowledge and peace messages to other parts of the world. Namakku global universities undayirunnu, peace making in order to maintain peace. Namakku undayirunnu ennulladana. Avade adinagathu Nalanda and Takshashila could accommodate 10,000 students. Residential ആയിരുന്നു. 10,000 കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റീസ് നമുക്കുണ്ടായിരുന്നു. And there were 64 different disciplines of knowledge taught in these universities. Just imagine, centuries ago, we have a rich knowledge culture prevailed in India. And our culture is always based on dharma, self-discipline, and selfless service. These three components are required for peaceful coexistence. Dharma, do our duty. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്റ്റുഡൻസ് ആണെങ്കിൽ our education, നമ്മുടെ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ചുമതലകൾ ചെയ്യുക. We will be at peace. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്താൽ നമുക്കൊരു സമാധാനം കിട്ടില്ലേ? കിട്ടും. സോ ധർമ്മ, that is attributed to peace education. അതുപോലെ തന്നെ സാധന, നമുക്ക് പ്രയർ, സ്പിരിച്വാലിറ്റി ഒക്കെ എല്ലാം മിക്കവാറും എല്ലാവരും തന്നെ കൊണ്ടു നടക്കുന്നതാണ് സാധന, വർഷിപ്പ്. അതുപോലെ ഉപാസന മീൻസ് സെൽഫ് ഡിസിപ്ലിൻ. ആരും ഒന്നും പറയണ്ട, നമുക്ക് ശരിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആരുടെയും ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം.
അവിടെയും ഒരു സമാധാനമുണ്ട്. ആരാധന മീൻസ് സെൽഫ്ലെസ് സർവീസ്. അപ്പൊ ഇത് മൂന്നും നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഫിലോസഫിയിൽ പീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് വെൻ വി study our history, India never invaded any country in its history and is the greatest example of peaceful coexistence. നമ്മൾ പോയി ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തിട്ടില്ല, ആരുടെയും സ്വത്ത് നമ്മൾ കട്ടുകൊണ്ടുവന്നിട്ടില്ല. So Dr. APJ Abdul Kalam in his talk once he said, in 2000 years of our history, society from all over the world have come and attacked us, looted our wealth and conquered our minds. All of them came and robbed us, acquired over what was ours. Yet we never had done the same towards any other nations. അദ്ദേഹം APJ അബ്ദുൽ കലാം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആരുടെയും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ എല്ലാവരും അറ്റാക്ക് ചെയ്തു. സി, ഇതാണ് ഹിസ്റ്ററി പഠിക്കണം എന്നുള്ളത് പറയുന്നതിന്റെ ഒരു കീ പോയിന്റ്സ് ആണ്. ഇത് നമ്മൾ അറിയണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത് പ്രസന്റ് സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു സെറ്റിൽ ഓൾ ഡിസ്പ്യൂട്ട്, ഓൾ കോൺഫ്ലിക്ട്സ് ഇൻ എ പീസ്ഫുൾ മാനർ. അത് നല്ലതാണ് അങ്ങനെ, പക്ഷെ എപ്പോഴും അത് നടന്നു എന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് കേസസ് നമ്മളെ പഠിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഫ്യൂച്ചറോളജി ഓഫ് പീസ് എഡ്യൂക്കേഷൻ? ദിസ് ഇസ് ഓൾസോ ആൻ അപ്കമിംഗ് ഏരിയ of research. That is, we analyze our past nation-wise, analyze present situation, and predict future with regard to peace. എങ്ങനെയായിരിക്കും ഭാവിയിലെ സമാധാനം എന്നതും കൂടെ കണക്കാക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ദിസ് ഇസ് an emerging field, futurology of peace education. So let me conclude with the Vedic mantra: Asadoma Sadgamaya, Tamasoma Jyotirgamaya, Mrityoma Amritam Gamaya. Om Shanti Shanti. Lead me from ignorance to truth, from darkness to light, from death to immortality. Shanti Shanti Shanti. May all beings be peaceful. Thank you so much. Thank you, teacher. Thank you so much. Thank you, ma'am, for giving your valuable insights on the topic. Next, I invite Miss Amrita S. for word of thanks. അനക്ക ഒരു സെക്കൻഡ്, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ടീച്ചറിനോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് പറയാം. ഏകദേശം ഐഡിയ കിട്ടിയോ? പീസ് എന്താണ്, പീസ് എഡ്യൂക്കേഷൻ എന്താണ്, ഫ്യൂച്ചറോളജി ഓഫ് പീസ് എഡ്യൂക്കേഷൻ എന്താണ്, കമ്പോണൻസ് എന്തൊക്കെയാണ്? യെസ്, അശ്വിനി പറയാമോ? വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ അല്ലേ? ടീച്ചർ പക്ഷെ വളരെ ഇന്നത്തെ സിനാരിയോ വെച്ചുകൊണ്ട് നമ്മുടെ ട്രഡീഷനെ ഒക്കെ കണക്ട് ചെയ്ത് വളരെ ഗംഭീരമായി നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. ശരിക്കും ഒരു പീസ് കോൺസെപ്റ്റ്സ് ഒക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം. ഓക്കെ അനഘ. Okay, teacher. Next, I invite Miss Amrita S. for vote of thanks. Respected Principal, Resource Person Maya Ma'am, and all other teachers and my dear friends. So, we have reached the end of this webinar. In this special occasion, it's my privilege to propose a vote of thanks. First of all, I would like to thank Almighty God for making today's function a great success.
On behalf of the SNTC College and all other students, I would like to extend my heartiest thanks to our Honorable Resource Person, Dr. Maya Ma'am, for enlightening us with your words. You are an exemplary person and we have a lot to learn from you. Thank you, ma'am. Thank you so much for spending your valuable time with us. Wholeheartedly, I must thank you, our Principal Shiba ma'am, for her support and guidance for organizing such an event. I would like to thank Student Union member Deepthi Babu for her presidential speech. On the behalf of SNTC College Union Acneum and all other students, I mention the deep sense of gratitude towards VG Ma'am, Assistant Professor, SNTC, for her felicitation speech. In addition, I would like to express our sincere thanks to Smita Ma'am, Assistant Professor, SNTC, for the introduction of resource person. And I would like to acknowledge our gratitude to Ashwini Prasannan for light up the webinar with prayer song. And also express grateful to Anagaraj for comparing the webinar and extend gratitude to Vinita Vijayan for reporting the webinar. I wholeheartedly express our gratitude to all the teachers and staff members of SNTC Neduganda. I extend our gratitude to College Union Acneum and the volunteers for their hard work which has made this function a memorable one and for working closely to mark this function with success. Last but not least, I mention our special thanks to all esteemed delegates and the participants for their presence and contribution to make this webinar a great success. Thank you all. I conclude my words with a reminder. We can never obtain peace in the outer world until we make peace within ourselves. Once again, thank you everyone. Thank you so much. Thank you, Amrita. Hi, teacher. Thank you so much. അതാണ് അവർ പറഞ്ഞത് തന്നെ, ഇന്നർ പീസ് ടീച്ചർ അത് അവരിലേക്ക് എത്തിച്ചു. ഇന്നർ പീസിന്റെ ഒരു എസെൻഷ്യാലിറ്റിയാണ്. പക്ഷെ നമ്മുടെ പലപ്പോഴും നമുക്ക് ഇന്നർ പീസ് എന്നുള്ളത് നമ്മൾ തന്നെ വേറെ ആർക്കും നമുക്ക് തരാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർക്കോ ഒന്നും തരാം. നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യണം. ഇൻഡിവിജ്വൽ പീസ് മറ്റത് നമ്മുടെ കയ്യിലല്ലല്ലോ, എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് പരാതികളും പരിഭവങ്ങൾക്കും പരാതികൾക്കും യാതൊരു പ്രസക്തിയും ഇല്ല. അത് നമ്മൾ തന്നെ അത് മാറ്റാനുള്ള സൊല്യൂഷൻസ് സ്വയം അതെ അതെ. കോവിഡ് കാലത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി, എക്വിപ്ഡ് ആയി, സ്ട്രെങ്തൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നാഷണൽ ആന്തം കൂടെ ഉണ്ട് ടീച്ചർ. നാഷണൽ ആന്തത്തോടുകൂടി ടീച്ചർ നാഷണൽ ആന്തം. Ashwini Prasannan for national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभाशिष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. Okay, bye bye. Okay, teacher. Thank you so much.